ആദിപനായി വന്ന ദൈവകുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകളിലെ വാതിലുകൾ കവർന്നു നിൽക്കുന്നു. തമ്മിലടക്കി നഗരമായി വളർന്നിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ പേരിട്ടിരുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ പട്ടണങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൗകര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളിൽ നിന്നും നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ നിന്നും ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രതിവാക്യമായി പറയണം. കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന്. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളിൽ നീ ചെയ്ത മഹത്തായ കാര്യങ്ങൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടുവിരിക്കുന്നു. ഇന്ത്യയുടെ ഈ ഭാഗത്ത് സുവിശേഷത്തിന് വെളിച്ചം ആദ്യം കൊണ്ടുവന്നവർക്ക് വേണ്ടിയും ആ ദൈവം കെടാതെ ഇന്നയോളം സൂക്ഷിച്ചിട്ടുള്ള നിന്റെ എല്ലാ ദാസന്മാർക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്തുള്ള സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കഴിഞ്ഞ കാലങ്ങളിൽ നീ അതിന്മേൽ വർഷിപ്പിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. ഇവിടെയും മറ്റു രാജ്യങ്ങളിലും കർത്തൃ സമൂഹം ചെയ്തിട്ടുള്ള എല്ലാ വേലകൾക്കായും അർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കായും നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും എല്ലാ പട്ടക്കാർക്കും ഐവേലി പ്രവർത്തകർക്ക് വേണ്ടിയും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി സഹായിക്കുന്ന മറ്റ് എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. ഈ ആലയവും മതപരമായി പണിയുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥനകളാലും ദാനങ്ങളാലും അധ്വാനങ്ങളാലും സഹകരിച്ചിട്ടുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പ്രാർത്ഥന ഉപയോഗിക്കാം. സകല മനുഷ്യരോടും സകല നന്മയ്ക്കായിട്ടും ആദരകരണയ്ക്കായിട്ടും ഞങ്ങൾ നൽകുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുകൾക്ക് വേണ്ടി എല്ലാത്തിനും ഞങ്ങളുടെ മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ സ്നേഹത്തിന് വേണ്ടി വഴികൾക്ക് വേണ്ടി മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങളുമായ കൂടാതെ തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ അങ്ങനെ ഞങ്ങളുടെ അവതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലൂടെയും പ്രസവപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെയും കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് കടന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവമേ, സ്തോത്രങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുവാൻ വിശ്വാസമുള്ള ജനങ്ങളിൽ രണ്ടോ മൂന്നോ പേർ നാമങ്ങളിൽ കൂടുന്നിടത്ത്
ഈ സ്ഥലത്ത് അശുദ്ധമായും അന്യമായുള്ള യാതൊന്നിനും ഉപയോഗിക്കാതെ തോമസിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതിലേക്ക് വിജയത്തോടും വണക്കത്തോടും കൂടിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇഷ്ടം തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ കൈക്കൊണ്ടതിന് മഹത്വത്തിനും നിന്റെ ജനങ്ങളുടെ രക്ഷയ്ക്കും ഉദകത്തക്കവണ്ണം നിന്നെ അനുസരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ മധുരയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നെടുക്കുന്നു, എന്റെ തലയോട് അഭിഷേകം ചെയ്യുന്നു, എന്റെ മാനപാത്രം നിറഞ്ഞു കവിയുന്നു, എന്റെ മാംസത്തിൽ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ എന്നിൽ ജനമണ്ണം വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിനുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യപ്പെടട്ടെ. കർത്താവിനോട് മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, ഈ സ്ഥലത്ത് വെച്ചുള്ള മത്സ്യകാരുടെ ശരീരങ്ങളാകുന്ന വാഴ്ത്തപ്പെട്ട സക്രമത്ത് കൈക്കൊള്ളുന്ന എല്ലാവരും ആ വിശുദ്ധ ശുശ്രൂഷയ്ക്ക് സത്യമാനസാന്തരത്തോട് നേരായ വിശ്വാസത്തോടെ കൂടി അടുത്തൊരുവാൻ ചെയ്യണമേ. അങ്ങനെ അവർ നിന്റെ കൃപ കൊണ്ടും സ്വർഗീയ സ്നേഹം കൊണ്ടും അറിയപ്പെട്ട് നമ്മുടെ ആശ്വാസത്തിനായി പാപമോചനവും കഷ്ടാനുഭവങ്ങളുള്ള മറ്റ് സകല പ്രയോജനങ്ങളും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാമൂലം അനുഭവിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനായി സഭയിൽ വിശുദ്ധ ശുശ്രൂഷകന്മാരെ നിയമിച്ചാക്കിയിട്ടുള്ള സർവശക്തനായ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് ശുശ്രൂഷ കഴിക്കുന്ന കൃത്യന്മാരെയും കടാക്ഷിക്കണമേ. അപരാധം വെച്ചിരിക്കുന്നവരോ മനുഷ്യരെ പ്രസാദിക്കുന്നവരോ ആയിട്ടല്ല, ക്രിസ്തുവിന്റെ പദ്ധതി പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മനിറവോടെ നിലമാർമ്മങ്ങളുടെ വിശ്വസ്തർക്ക് വിചാരകന്മാർ ക്രിസ്തുവിനെ ചെറുതപ്പെട്ട ആളുകളെ താല്പര്യമായി അന്വേഷിക്കുന്നവരും വചനം കൊണ്ട് നല്ല ദൃഷ്ടാന്തം കൊണ്ട് തന്നെ ജനങ്ങളെ ഉറപ്പിച്ച് തന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരുമായിരുന്നിട്ട് ഇവരുടെ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന് വാടാത്ത കിരീടം വഹിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. തോമസിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഈ ആലയവും ഉപകരണങ്ങളും സാധാരണ ഉപയോഗത്തിൽ വേർതിരിച്ച് ദൈവനാമ മഹത്വത്തിനായി നാം ഇന്ന് പ്രതിഷ്ഠിക്കുന്നുവെന്ന് ദൈവത്തിന്റെ സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളെ പ്രസിദ്ധപ്പെടുത്തുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. അമർത്തതയുള്ളവനും അദൃശ്യനുമായിരിക്കുന്ന രാജാവായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിജ്ഞാനിയായ ദൈവത്തിന്റെ ബഹുമാനവും എന്നേ ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ മിശിഹായുടെ ജ്ഞാനശേഖരമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ വാഴകൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പരമ്പരാത്ത ആരാധനകളിൽ പ്രവേശിക്കുവാനും സകല സുഖവും നിയമത്തിയോ നടക്കും നീ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. ഈ ആലയത്തിന്റെ മധുമഹായ പ്രതിഷ്ഠാകരമായിരിക്കുന്നതിന് കൃപ നൽകിയിരിക്കുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങളുടെ മേഘായിക്കണമേ. വിശുദ്ധിയെയും നിന്റെ ആലയത്തിന് യോഗ്യമായിരിക്കുന്നതിനാൽ ഞങ്ങൾ വിശുദ്ധിയും പ്രസാദവും ജീവനുള്ള ആലയമാക്കി തീർക്കണമേ. നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് നിന്റെ കൃപയാൽ ഞങ്ങളെ മുഴുവൻ നിന്നേതാക്കണമേ. അശുദ്ധിയിൽ നിന്ന് ഞങ്ങൾ വെടിപ്പാക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട ദൈവമായ നിന്നെ സത്പ്രവർത്തികൾ ഭക്തിയോടെ സേവിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
മഹത്വത്തിന്റെ ശീഘ്രപ്പെടുത്തുന്ന പ്രകാരം വിധിയിലേക്കും ശോഭിക്കുകയും വിധിയുടെ ആരാധനാഗ്രഹിക്കുകയും ചെയ്യുന്നതിന് പുത്രനും രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം കൃപയരുളേണമേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരിശയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശ്വാസത്തിനുള്ള പ്രവേശനത്തിന് സൈതയും ധൈര്യവും പ്രവേശനത്തിന് ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം നിർമ്മനസാക്ഷി തീരുമാന ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം പെടുത്തപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സിദ്ധാന്തം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്തനും വിശ്വസ്തനും ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭാ യോഗങ്ങളെ അപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം സമീപിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അധികമായി ചെയ്യേണ്ടതാകും. ഇവിടെ നാം വിശുദ്ധ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ വിശുദ്ധ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം മുതൽ. യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പരിപാടിക്കാരെ കണ്ടിട്ട് കയറുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ പുറത്താക്കി പരിപാടിക്കാരുടെ നാട്ടിൽ തുണിക്കളഞ്ഞ് മേശകളെ മറച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ച് തിരിഞ്ഞു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവരോട് നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് എന്ത് അടയാളം കാണിച്ചത് എന്ന് ചോദിച്ചു. ഇങ്ങനെ സുവിശേഷം കഴിഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യം. എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ ബോധ്യത്തോടെ ഈ ആലയത്തിൽ ഒത്തുചേരുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തന്നു. ഒരു പക്ഷേ വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ ദേവാലയത്തിൽ ഒത്തുചേരുന്നത് എന്ന യാഥാർത്ഥ്യം. ഗവൺമെന്റ് നിയമം അനുസരിച്ച് അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അഴുത്. എന്നാൽ നിങ്ങളുടെ വിദ്യാലയത്തിലും നിങ്ങളുടെ സാറ് പോകുന്നതിന് മുൻപ് ഈ മധുബ ഉദാശ ചെയ്യണമെന്നുള്ള അവരുടെ വലിയ താല്പര്യമാണ്. ഇപ്രകാരം ഇന്ന് ഒത്തുചേരുവാൻ മുഖാന്തരമായി നിങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കും. മലങ്കര സഭ
ദേവാലയം വളരെ മനോഹരമായി നിലനിർത്തി വളരെ ഭംഗിയുള്ള മധുരയിൽ പോർച്ച് നിങ്ങൾ പണിതു എന്നത് ഏറ്റവും സന്തോഷം. ദേവാലയം ഏറ്റവും ഭംഗിയായി മോടിയായി സൂക്ഷിക്കേണ്ടത് ഭാഷ. അതുകൊണ്ട് ഈ ആലയത്തിൽ വന്ന് വരുവാനിടയായതിൽ ദൈവത്തിന് സ്വാഗതം ചെയ്തു. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇടവകയുടെ കുമ്പളാമ്പൈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ മണ്ണുനിരവിൽ സഭയിൽ വരുവാൻ 4 വർഷം ശുശ്രൂഷിക്കാനും ഇടയായൊക്കെ ഓർത്ത് ദൈവത്തിന് സ്വാഗതം ചെയ്തു. വ്യത്യസ്തമായി ഈ പള്ളിയിൽ നിന്ന് കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്തതുപോലെ നിങ്ങളെ വൃത്തിയാണ്. ചർച്ച് കമ്മിറ്റിയെയും ശുശ്രൂഷ ചെയ്ത സാറിനെയും ഇടപെടൽക്കാരനെയും എല്ലാം പ്രത്യേകം അഭിനന്ദിക്കും. എപ്പോഴും ഇത് ആവശ്യം ആർക്കും ഇതേപോലെ അതിന് മനോഹരമായി ദേവാലയം സൂക്ഷിക്കേണ്ടത് ആവശ്യം. മഹായുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കും. വളരെ ചുരുങ്ങിയ സമയം മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതൊരു പ്രത്യേക കാലഘട്ടത്തിൽ കോവിഡിന്റെ പ്രതികൂലത കാരണം നമുക്ക് ഒന്നിച്ച പള്ളിയിൽ കൂടുവാൻ വെളിയിൽ നിൽക്കുന്നവർക്കും പള്ളിയിൽ വന്ന് അകത്ത് കയറിയിരിക്കുവാനും ഒന്നും സാധിക്കാതെ പോകുന്ന പ്രത്യേക കാലഘട്ടം. എന്നാൽ ദൈവം ഇത്രയും ഒക്കെ വിടുതൽ തന്നു. അതൊക്കെ ഓർത്ത് സ്ഥാപനം ചെയ്തു. ഈ വായിച്ച ഇന്നത്തെ വേദഭാഗവും നമ്മെ ഓർമ്മിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം എന്നത് ദേവാലയം എന്തിനുള്ളതാണ്, എന്തിനു വേണ്ടിയായിരിക്കണം, എങ്ങനെയാണ് പരിപാലിക്കണം, ഇത് നമ്മെ ഓർമ്മപ്പെടുത്തും. ആലയം എന്നത് ദൈവത്തെ ആരാധിക്കാനുള്ള, ദൈവത്തിന് മഹത്വം കരയിക്കുവാനുള്ളതായ ഇടം. പക്ഷെ പലപ്പോഴും ആലയങ്ങളിൽ ഒരു സോഷ്യൽ ഗാദറിംഗിന്റെ ഇടമായി മാറുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒന്നിച്ചു കൂടുന്ന വിശ്വാസ സമൂഹത്തെ ഒന്നിച്ച് കാണുന്ന ഇടം, ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സമയമൊക്കെയായി മാറുമ്പോൾ അത് മാത്രമായി മാറരുത് എന്നത് നമ്മളെ ഓർമ്മിക്കും. ലക്ഷ്യം മാറിപ്പോകരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ആലയം എന്തിനു വേണ്ടിയ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും. വേദവസ്തവം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ യാഥാർത്ഥ്യം എന്തെല്ലാമോ, ഞാനും നിങ്ങളും ആലയങ്ങളായി മാറും. ദൈവം വസിക്കുന്ന ഇടങ്ങളാണ് ഓരോ ഹൃദയവും. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയങ്ങളായി മാറും എന്ന് പറഞ്ഞാൽ ദൈവത്തെ സാക്ഷിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ കരുതലിനെ, ദൈവത്തിന്റെ സംരക്ഷണയെ ഉയർത്തി കാണിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണം എന്ന് നമ്മളെ പഠിപ്പിക്കും. ആ വലിയ ബോധ്യമാണ് നമ്മളെ നിലനിർത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. ആ വലിയ ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മെ ഓർമ്മിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് ആർപ്പാൻ യോഗ്യമായ ഇടങ്ങളാണോ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയങ്ങളിൽ എന്നാണ് ഓർമ്മിക്കുന്നത്. ദൈവത്തിന് ആർപ്പാൻ യോഗ്യമായ ഇടങ്ങൾ നമ്മളെ പറയുന്നു. ദൈവത്തിന് പാർപ്പാൻ യോഗ്യമായ ഇടങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അതെങ്ങനെയാ സാധിക്കുന്നത്? കാപട്യമില്ലാതെ ജീവിക്കുന്നത്. ഇത് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളെ വാർത്ത. പൗലോസപ്പോസ്തലന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ കാപട്യമില്ലാത്ത വിശ്വാസമാണ്. യേശുവിന് വേണ്ടി ജീവിച്ചു. എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞു അന്നു മുതൽ യേശു ഉള്ളവനായി ജീവിച്ചു, യേശുവിനെ സാക്ഷിക്കുന്നവനായി ജീവിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിലും യേശു കർത്താവിനെ തള്ളി പറയാതെ യേശുവിന്റെ സാക്ഷിയായി ജീവിച്ച ഒരു സപ്പോസ്തലൻ മാത്രമല്ല, എല്ലാ ശിഷ്യന്മാരെയും നമ്മളെ ഓർക്കുമ്പോൾ അങ്ങനെയാണ്. എന്തെല്ലാം പ്രതികൂലതകൾ ജീവിതത്തിലുണ്ടായാലും ക്രിസ്തുവിനെ തള്ളി പറയാതെ ജീവിക്കുന്ന വലിയൊരു അനുഭവം. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അതുകൊണ്ട് മണനിരവിലുള്ള വിശ്വാസ സമൂഹത്തെ ഒന്നാമത് ഈ ദിനത്തിൽ ഓർമ്മിക്കുവാനുള്ള കാര്യം ദൈവവുമായുള്ള ബന്ധം എപ്രകാരം.
ഇത് വളരെ പ്രസക്തമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പേര് കൊണ്ടോ മാമോദിസം കൊണ്ടോ ക്രിസ്ത്യാനി ആകുന്ന അനുഭവമല്ല. യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള വലിയ ബന്ധത്തിൽ മുതലെടുക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. യേശുള്ള വ്യക്തിക്ക് മാത്രമേ കാപട്യമില്ലാതെ ജീവിക്കാൻ സാധിക്കൂ. ഉള്ളു തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളുടെ പല തകർച്ചകളുടെയും കാരണം എന്താ? യേശുവില്ലാത്ത കുടുംബ ബന്ധങ്ങൾ, യേശുവിന് സ്ഥാനമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അനുഭവം, തലമുറകൾ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന അനുഭവം. അവിടെ നമ്മെ ഓർപ്പിക്കുന്നു, ഒന്നാമത് ഓർപ്പിക്കുന്നത് യേശുവുമായുള്ള ജീവിത ബന്ധം എപ്രകാരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ശമരിയക്കാരത്തെ സ്ത്രീയുമായുള്ള ഒരു യേശുദാന്റെ സംഭാഷണം. അവിടെ ഒരു വലിയ പ്രോഗ്രഷൻ നമുക്ക് കാണാം. എന്താ? യഹൂദനായി കാണാൻ അന്യനായി ക്രിസ്തുവിനെ കണ്ട സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിന്റെ മശിഹ എന്ന് പറയുവാൻ സാധിക്കുന്ന അനുഭവത്തിലേക്കുള്ള വലിയ ഒരു ആത്മീയ വളർച്ച നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ വായിച്ച വേദഭാഗത്ത് കണ്ടു. ആ ഒരു ആത്മീയ വളർച്ചയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പറയുന്നത്, എന്റെ പിതാവിന്റെ ആലയം വാണിജ്യശാലയാക്കി. എന്താണ് ആലയം എന്നത്? ആരാധിപ്പാനുള്ള ഇടമാണ്, മശിഹായെ കണ്ടെത്തുന്ന ഇടമായി മാറണം. ആലയം മാത്രമല്ല ആരാധിപ്പാനുള്ള ഇടം. ആലയത്തിൽ വരുന്ന ഇതിന് ശക്തി സംഭരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി ഒരാഴ്ച ജീവിപ്പാനുള്ള ദൈവകൃപ പ്രാപിക്കുന്ന അനുഭവം പ്രാപിച്ച് ലോകത്തിലേക്ക് ക്രിസ്തു ഉള്ളവരായി ഇറങ്ങി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുന്നവരായി ഇറങ്ങി പുറപ്പെടുവാൻ സാധിക്കും. മിഷണറിമാർ ചെയ്തത് അതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ പാടില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാനായി അവർ ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു, നമ്മുടെ ഇടയിലേക്ക് വന്നു. അക്ഷരജ്ഞാനമില്ലാതെ നമ്മെ നമുക്ക് വിദ്യാഭ്യാസം ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് പറഞ്ഞു. നമ്മുടെ വളർന്നവരോ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് ദേവാലയം മനോഹരമാക്കിയപ്പോൾ നമ്മുടെ ജീവിതങ്ങളും മനോഹരമാകണം. അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആദ്യം നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ ചുറ്റുപാട് അയൽവക്കക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ സമൂഹത്തിന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവിടെ ക്രിസ്തുവുള്ള ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ സാധിക്കും, ദൈവബോധ്യത്തിൽ ജീവിപ്പാൻ സാധിക്കും. ഇതാണ് നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്നത്. ശമരിയക്കാരത്തെ സ്ത്രീ അവസാനം എന്താ ചെയ്യുന്നത്? അവരെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒരു സമൂഹത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം പറയും. സമൂഹം അവളെ തള്ളി പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്തറിയാമോ? അവൾ ആ സമൂഹത്തിലേക്ക് യേശുവുമായുള്ള ബന്ധത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചത്. എന്നിട്ട് എന്താ പറയുന്നത് അറിയാമോ? നീ വാ, ഞാൻ കണ്ട മശിഹായെ നിനക്ക് കാണിച്ചു തരാമെന്ന്. ഞാൻ കണ്ട മശിഹായെ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു യേശുവിന്റെ ദൂതുവാക്കുകയായിരുന്നു. മണന്തര സഭയെ പറ്റി പ്രതീക്ഷിക്കുന്നത് ക്രിസ്തുവിന്റെ ദൂതുവാക്കുകയാണ്. സമൂഹത്തിലേക്ക് മിഷണറിയായി സമൂഹത്തിലേക്ക് ഓരോ വ്യക്തിയും ഒരു മിഷണറിയായി മാറുന്നു. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ സഭ ആത്മീയമായി നമ്മുടെ കുടുംബങ്ങൾ ശക്തമായി ദൈവകൃപയിൽ വളർന്നു. അതിന് ഇടയാകേണ്ടത് ഏറ്റവും അത്യാവശ്യം. ആ ഒരു വലിയ ബോധ്യത്തോടെ ജീവിപ്പാൻ നമ്മെ തരപ്പെടുന്നത്. ഇന്ന് മനോഹരമായ മധുബഹ നമ്മൾ ഉദാഹരണം. എന്താ മധുബഹയിൽ? നമ്മൾ കർത്താവിന്റെ ശരീരങ്ങളെ പങ്കുവെക്കുന്നു. എന്താ ഓർമ്മിക്കുന്നത്? ഇത് നമുക്ക് ഒത്തിരി ഓർമ്മകൾ നൽകുന്ന അനുഭവം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയുള്ള ഓർമ്മ, ക്രിസ്തുവിന്റെ കരുതലിനെ പറ്റിയുള്ള ഓർമ്മ, ക്രിസ്തു എനിക്ക് നിങ്ങൾക്കുമായി യാഗമായി അർപ്പിക്കപ്പെട്ടതിനെ പറ്റിയുള്ള ഓർമ്മ. അത് മാത്രമോ, അവൻ വീണ്ടും വരും. താവിന്റെ വീണ്ടും വരവിനെ പറ്റിയുള്ള ഓർമ്മ നമുക്ക് നൽകുന്ന അനുഭവങ്ങളായി മാറാൻ ഓരോരുത്തർക്കും.
അപ്പോൾ ക്രിസ്തുവുമായിട്ട് ബന്ധം പുതുക്കുന്ന അനുഭവം കൈമാറുന്ന ഓരോരുത്തർക്കാണ് കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കുന്നു. സഭയെ ദൈവം ധാരാളമായി അനുസരിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ വരുവാൻ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിങ്ങളോട് ആരാധിപ്പാൻ ഇടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മയും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും അവസരം കൂടാതെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതിയിലെ വിദ്യാഭ്യാസ പ്രമാണത്തിന്റെ വാക്കിലേറ്റെല്ലാം സർവശക്തിയുള്ളതായ ആകാശവും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങളിൽ നിന്ന് പിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യവും, ജനിക്കപ്പെട്ടവനാകപ്പെട്ടവനല്ല, പിതാവിനായിരുന്നവൻ. അവനായി മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സുഖം നൽകി പരിശുദ്ധാത്മാവിനാൽ കൃഷിപ്പെട്ടു ആകർഷപ്പെട്ടു വരച്ചടക്കപ്പെട്ടു പ്രവാചകൻ അവരെ അപ്പത്തിൽ ഹംസികളാകുന്നുവല്ലോ. അടയാളമായി അന്യോന്യം വന്ദനം ചെയ്യാം. ജ്ഞാനകീർത്തനങ്ങൾ 235. ജ്ഞാനകീർത്തനങ്ങൾ 235. ും
സ്വർഗത്തിലും ഭൂമിയിലെല്ലാം നിനക്കുള്ളതും നിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ നിനക്ക് തരുന്നതേ ഞങ്ങളെ എന്റെ ദാനങ്ങളെയും നിന്റെ മോഹനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ മഹാഗുരുനായ നിങ്ങളോടുകൂടിയും ഞങ്ങളെ ഭാവിയിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ ചെയ്യുന്നത് വിശുദ്ധകർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപനം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യുന്ന പറയുമാകും. ഞങ്ങളുടെ ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെ അവൻ പാപത്തിൽ പുതിയ സൃഷ്ടിയാകേണ്ടത് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. സംസ്കൃതത്തോടുകൂടെ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആതുര സ്നേഹം കണ്ട് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ സ്വഭാവത്തിലെടുക്കുവാൻ ഞങ്ങളുടെ വീരനായി അനുഭവിക്കുവാൻ മൂലൊരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് അധികമായി പൂർണ്ണമായി മതിയാകും വഴിപാടും പ്രതിശാന്തിയിലേക്കും താഴ്മയും ഒരുപോലെ വിലീകരണത്തെ കുറിച്ചുണ്ടാകുമേ നിയമിക്കുകയും അതിനെപ്പോഴുമായി തിരിക്കണമെന്ന് വിശുദ്ധ സുവിശേഷങ്ങൾ കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ തന്നെ പങ്കെടുത്തു. സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകും. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം പ്രകാരം തന്നെ പാനപാത്രമെടുത്തു. സ്തോത്രം ചൊല്ലി അതിനെ അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകും. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവനെ മാത്രമുള്ള പുനരുദ്ധാനം ചെയ്യും
ആരോഹണത്തെയും ഓർക്കുന്നു. അവനെ നിയമങ്ങളായി സമാജപൂർണ്ണ വീട്ടിലായി സ്തോത്രം ചെയ്യുന്നു. മക്കൾക്ക് പ്രകാരം അവന്റെ ഓർമ്മയ്ക്കായി ദാസനായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെയും ദാനങ്ങളായ ഒപ്പത്തെയും വീടിനെയും സ്വീകരിച്ചത് ഞങ്ങൾ മൂളിക്കുന്ന ഈ ഒപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന് കൂട്ടായ്മയും ഞങ്ങൾ വാഴുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന് കൂട്ടായ്മയും ആകേണ്ടത് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളാരും വിശ്വാസത്തെ സ്ഥാപിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
കൃപയും സമാധാനവും തിരുശരീരങ്ങളെ കൈക്കൊണ്ടേവരോട് കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നോട്ടീസായിട്ട് അറിയിക്കാനുള്ളത് ജ്ഞാനാദിനെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ മഹാരാജ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാറിനുള്ള നന്ദി എല്ലാവരുടെയും പേര് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുത്തമ്പി അച്ഛൻ മനസ്സാറ് സുമനസാറ് കടന്നു വന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പണിയെക്കുറിച്ച് ചെറിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. മടൽ സെന്റ് തോമസ് CSI ദേവാലയത്തിന്റെ
പുനരുദ്ധാന പണികളുടെ റിപ്പോർട്ട്. 1959 മെയ് മാസത്തിൽ പണിത സെന്റ് തോമസ് CSI പള്ളിയിൽ ഇപ്പോൾ 11 കുടുംബാംഗങ്ങൾ ആരാധിച്ചു വരുന്നു. 2021 ഫെബ്രുവരി മാസം 14-ാം തീയതി ലോകപ്പെട്ട കാലം ബഹുമാനപ്പെട്ട റവറൻഡ് ജേക്കബ് ജോൺസൺ അച്ഛന്റെ നേതൃത്വത്തിൽ കൂടിയ പൊതുയോഗത്തിൽ ദേവാലയത്തിന്റെ മേൽക്കൂരയുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കുവാനും അതോടൊപ്പം ഒരു മക്കഹ കൂടി പണിയുവാനും തീരുമാനിച്ചു. പണികൾ നടത്തുവാനുള്ള പണം സഭാജനങ്ങളിൽ നിന്നും കണ്ടെത്തുവാനും ഒരു വീട്ടിൽ നിന്ന് കുറഞ്ഞത് 20,000 രൂപ ലഭ്യമാക്കണമെന്നും തീരുമാനിച്ചു. 2021 ഏപ്രിൽ മാസം 19-ാം തീയതി ഇടവകക്കാരി റവറൻഡ് ജേക്കബ് ജോൺസൺ അച്ഛൻ പ്രാർത്ഥിച്ച് മക്കഹയുടെ കല്ലിട്ട് തുടർന്നുള്ള പണികൾ ആരംഭിച്ചു. മേൽക്കൂര ഓടുകൾ ഇറക്കി സ്ട്രക്ചർ പണികൾ പൂർത്തീകരിച്ചു. മക്കഹയുടെ നിർമ്മാണ പ്രവർത്തനവും ഇതേ സമയത്ത് നടത്തി. സഭാജനങ്ങളുടെ സംഭാവനകൾ കൂടാതെ ശ്രമദാനവും കൊണ്ടാണ് ബാക്കി പണികൾ പൂർത്തീകരിച്ചത്. പഴയ ഓടുകൾ വൃത്തിയാക്കുവാനും ശേഖരിക്കുവാനും ദിവസങ്ങളോളം സഭാജനങ്ങൾ കടന്നു വന്നു. പെയിന്റിംഗ് വർക്കുകളും പരിസരം വൃത്തിയാക്കലുകളും എല്ലാം സഭാജനങ്ങളുടെ അധ്വാനമാണ്. ഇന്റർലോക്ക് കട്ടകളും ചിപ്സ് ബാഗും പണികളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയായിരുന്നു. എങ്കിലും ഗൾഫിലുള്ള സഹോദരങ്ങളുടെ ആഗ്രഹം, സംഭാവന ഇവയൊക്കെ കൊണ്ട് ഇന്റർലോക്കിന്റെ പണികൾ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അച്ഛന്റെ നേതൃത്വം പണികൾക്ക് ഊർജ്ജം പകർന്നു. കഴിയുന്നതോളം ദിവസങ്ങളിൽ അച്ഛൻ കടന്നു വന്നത് പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് സഹായിച്ചു. അഭിനന്ദ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബുക്കുറിച്ചെറിയാൻ മഹാഡയിൽ നിന്നും 20,000 രൂപ അനുവദിച്ചു തന്നു. ബിഷപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. 2021 ഏപ്രിൽ മാസം 19-ാം തീയതി തുടങ്ങിയ പണി 2 മാസം കൊണ്ട് പൂർത്തിയാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച, അധ്വാനിച്ച, കരുതിയ എല്ലാവരോടും, ബഹുമാനപ്പെട്ട ഇടവക വികാരികളോടും കമ്മിറ്റി അംഗങ്ങളോടും സഹായങ്ങൾ നൽകി തന്ന അഭിമന്യ ബിഷപ്പിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അഭ്യർത്ഥന തിരുമേനി കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ സ്നേഹവന്ദനം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുകയാണ്. ഫൈനലായിട്ടുള്ള കണക്കാണ്. കാര്യമാണ് ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്യുന്നതായിരിക്കും. റൂം വർക്കിന് വേണ്ടി 1,56,000 രൂപ ചെലവായി ഓട്ടോ വർക്ക് കോൺട്രാക്ട് കൊടുത്തതനുസരിച്ച്